വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് ഞാൻ കുറേ ഡിസൈനേഴ്സിനെ പോയി കാണുകയും പക്ഷേ എന്തുകൊണ്ടോ അത് ഒരു കോറിലേഷൻ ഇല്ലാതായി പോവുകയും ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്റ്റീവ് ഡിസൈൻസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു എൻക്വയറി വന്ന് ഞാൻ ആദ്യമായി ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ചെയ്ത വർക്കെല്ലാം ഞാൻ പോയി കാണുകയുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ അത് എന്താ വെച്ചാൽ ലവ് ആൻഡ് ഫൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ അവരുടെ എല്ലാ വർക്കും വളരെ സിസ്റ്റമാറ്റിക്കും അതേമാതിരി പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കാണുകയുണ്ടായി. സിമ്പിളായിരുന്നു എങ്കിൽ കൂടെ ആ പെർഫെക്ഷൻ നല്ല രീതിയിൽ എല്ലാ വർക്ക്സും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് വീട് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടണം എന്നുള്ള തരത്തിലുള്ളൊരു വീടാണ് ഞാൻ പണിയാൻ ആഗ്രഹിച്ചിരുന്നത്. നമ്മുടെ മനസ്സിന് ആഗ്രഹിച്ച പോലെ തന്നെ ഈ വീടിനുള്ളിൽ ഒരുപാട് വെളിച്ചവും അതേമാതിരി ഒരു കാറ്റും അത് തീർച്ചയായിട്ടും ഈ ഒരു ഗൃഹത്തിൽ നിർമ്മാണത്തിലും അതിൻ്റെ പുരോഗതിയിലും അതെനിക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കുറച്ച് ഒരു കണ്ടംപററി ടൈപ്പും അല്ലെങ്കിൽ ട്രഡീഷണൽ ടൈപ്പും മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അതിനുവേണ്ടി ഇതിൻ്റെ ഡിസൈനർ ആക്റ്റീവ് വളരെ രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചം കൂടുതലായിട്ട് ഇതിലേക്ക് പ്രവേശിക്കണം അല്ലെങ്കിൽ ഒരു എനർജി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. ഇത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു ഇതാണ് വിറകടുപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈഫിനും അതേപോലെ അമ്മയ്ക്കൊക്കെ ഇത് പ്രത്യേക താല്പര്യമാണ്. ഇതിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ നോൺ വെജ് ഐറ്റംസ് എല്ലാം ഇതിൽ വെച്ച് കുക്ക് ചെയ്യും. പിന്നെ എനിക്കെടുത്ത് പറയേണ്ട ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റെയർ കേസാണ്. ഇത് മെറ്റലിൽ ചെയ്ത് കംപ്ലീറ്റ് തേക്കിലാണ് ഞങ്ങൾ ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഒരു വളരെ കാലം പഴക്കമുള്ള തേക്ക് ഞങ്ങൾ പൂർവികരായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടി. അത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആരുകളും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് ആ ഫിനിഷിങ് എന്ന് പറയുന്നത് പലരും ഇത് ചോദിക്കും, ഇത് വേറെ മെറ്റൽ കൊണ്ട് ചെയ്ത് പെയിൻ്റ് അടിച്ചാണോ എന്നുള്ളത്. അതിൻ്റെ ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ലാമിനേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ക്രൂസും അതുപോലെ സേവിയർ സാർ, അദ്ദേഹത്തിൻ്റെ ഓണർ, അതുപോലെ തന്നെ അവരുടെ വൈഫ്, അതുപോലെ പ്രിൻസി, അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഡേ ബൈ ഡേ വന്ന് നമ്മുടെ വർക്കിൻ്റെ ഫോളോ അപ്സും അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് വന്നിരുന്നു. വളരെ സിമ്പിളായിരിക്കും അവരുടെ വർക്ക്, ക്വാളിറ്റി വർക്ക്സ്, അതുപോലെ തന്നെ പെർഫെക്ഷൻ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു നല്ലൊരു സ്ഥാപനമാണ് ഇന്ന് ആക്റ്റീവ് ഡിസൈൻസ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബിൽഡറായിട്ട് നമ്മൾ ആക്റ്റീവ് ഡിസൈൻസിനെ എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒരുപാട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇവരെ മാത്രമായിരിക്കും.